എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ജനവധിയാണ് കേരളത്തിലുണ്ടായതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. സ്ഥാപിത താൽപര്യങ്ങളിൽ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ജയിച്ചുവെന്നത് വസ്തുതയാണ്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതില്ലെന്നും വിജയരാഘവൻ പറഞ്ഞു. വർഗീയതയും ശക്തിപ്പെട്ടിട്ടുള്ള ഒരു ജനവിധിയാണ് ഇപ്പോൾ കേരളത്തിലുണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഇതുണ്ടാക്കാൻ പോകുന്ന പ്രതിഫലനങ്ങളാണ് ഏറ്റവും ആശങ്കാജനകമായ അവസ്ഥ. എത്രയോ മണ്ഡലങ്ങളിൽ BJP വോട്ട് UDF പോയതായിട്ട് കാണാൻ കഴിയും. ഇവിടെ തന്നെ ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ ഞാൻ നോക്കി, ഇരിങ്ങാലക്കുടയിൽ BJPയുടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ട് കൈമാറ്റം ചെയ്തിരിക്കുന്നത് UDF. അത് സതീശൻ കാണൂല, സതീശന് ഇതൊന്നും കാണൂല. ജയിച്ച് നിൽക്കുന്ന സതീശന് എന്തും പറയാം. അതൊന്നും അതിലെ മൂല്യമുള്ള കാര്യത്തിന് ഉത്തരം പറഞ്ഞത് അല്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുക സ്വാഭാവികമല്ലേ. ഇപ്പോൾ നരേന്ദ്രമോദി ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആകുമ്പോൾ BJP എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുക? എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ എന്നത് അതിപ്രധാനമാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവന്റെ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ വർഗീയതയും ശക്തിപ്പെട്ട ജനവധിയാണ് കേരളത്തിൽ ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാപിത താൽപര്യങ്ങൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും പാർട്ടിയിൽ നിന്നും പുറത്തുപോയവർ ജയിച്ചുവെന്നത് വസ്തുതയാണ്. പക്ഷേ അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കരുതേണ്ടതില്ല എന്നും വിജയരാഘവൻ പറഞ്ഞു.